സക്കാത്തിന്റെ വിഷയത്തിൽ ആർക്കും കൃത്യതയില്ല. ഇസ്ലാമിന്റെ മറ്റു പല കാര്യത്തിലും കാണിക്കുന്ന സൂക്ഷ്മത സക്കാത്ത് കൊടുക്കുന്നിടത്തും സക്കാത്ത് വാങ്ങുന്നിടത്തും ചില ആളുകൾ കാണിക്കാറില്ല. അതിന്റെ മഹത്വമോ, അത് കൊടുക്കാതിരുന്നാലുള്ള ഗൗരവമോ, അത് കൊടുത്താലുണ്ടാകുന്ന ശ്രദ്ധയോ, ഇതൊന്നും ഇന്ന് വരെ പല ആളുകളും പഠിക്കാനും തയ്യാറായിട്ടില്ല. അവനവന്റെ സമ്പത്തുകളെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പല വഴിക്കും നമുക്ക് പണം തരും. അതൊരിക്കലും നമ്മളോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. ഇഷ്ടം കൊണ്ടാണ് റബ്ബ് പണം തരുന്നതെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല കോടീശ്വരനാവേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ ലോകത്തിന്റെ പ്രവാചകൻ മരണപ്പെട്ടതിനു ശേഷം മരണം വരെ പിന്നെ ആയിഷ ബീവി കരഞ്ഞത് പ്രവാചകന്റെ പട്ടിണിയുടെ വയറ് കണ്ടിട്ടായിരുന്നു. വയറ് നിറച്ച റസൂലുള്ളാഹിക്ക് റൊട്ടി കിട്ടിയിട്ടില്ലെന്നും 3-4 ദിവസം പച്ചവെള്ളം കുടിച്ചാണ് എന്റെ ഹബീബ് ജീവിച്ചതെന്നും പറയുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും പോക്കറ്റിലും ബാലൻസിലും കിടക്കുന്ന പണം അത് ഏത് സെക്കൻഡും കൊണ്ടുപോകാൻ കഴിവുള്ള റബ്ബാണ് അത് തന്നത് എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാവണം. നേരം വെളുക്കുമ്പം പുറത്തേക്ക് പോകുന്ന വിസർജ്യത്തിൽ ഒരൽപ്പം ബ്രെഡ് കണ്ടാൽ സമ്പാദിച്ച സമ്പത്ത് മുഴുവനും ചെലവാക്കിയിട്ടും അവസാനം നാട്ടുകാരോട് പിരിവടിക്കേണ്ടി വരുന്ന ദാരുണമായ ചരിത്ര കഥകൾ ഈ സമൂഹത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാലത്ത് സുഭിക്ഷമായി ജീവിച്ചിരുന്ന ഫലസ്തീൻ എന്ന രാജ്യം ഇന്ന് 1000-ലധികം മക്കൾ പട്ടിണി കിട്ടാതെ മരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ നടുക്കടലിൽ പച്ചമീനും ഉപ്പുവെള്ളവും കുടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഒട്ടകത്തിന്റെ ചാണകം ഉണക്കിത്തുന്ന സുഡാനികൾ ഇന്നും ഈ ലോകത്തിന്റെ മുന്നിൽ കണ്ണുനീരാണെങ്കിൽ, റബ്ബ് തീരുമാനിച്ചാൽ ഒരു സെക്കൻഡ് മതി സർവ്വ സമ്പാദ്യങ്ങളും ഇല്ലാതായി പോകാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റബ്ബ് തന്ന പൈസ അത് റബ്ബിന്റെ തൃപ്തിയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ആ സമ്പത്തിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് കൊടുത്തേ മതിയാകൂ.